ഒരു വെറൈറ്റി മെമ്പറുടെ കടയിലാണ് നമ്മളിപ്പോ ഉള്ളത്. ദേവികുളങ്ങര പഞ്ചായത്തിലെ 2ാം വാർഡിലെ മെമ്പറാണ്. ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ദോശയുണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് ഗോവിന്ദമുട്ടത്താണ്. ഗോവിന്ദമുട്ടം എന്ന് പറയുമ്പോൾ കായംകുളത്ത് നിന്ന് പുതുപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ് ഗോവിന്ദമുട്ടം. അപ്പം ഇവിടെ മെമ്പറുടെ തട്ടുകടയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു മെമ്പർ നടത്തുന്ന തട്ടുകട. ജീവനത്തിനായിട്ട് തട്ടുകട നടത്തിയിട്ട് ബാക്കി സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വെറൈറ്റി മെമ്പറുടെ കടയിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദേവികുളങ്ങര പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പറായിട്ടുള്ള രാജേഷ് ചേട്ടന്റെ സ്വന്തം തട്ടുകടയിലാണ്. രാജേഷ് ചേട്ടനും ഭാര്യയും ചേർന്നാണ് ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ തട്ടുകടയുടെ പ്രവർത്തന സമയം. നമസ്കാരം. 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 നമ്മുടെ ആദ്യം ഈ കടയുടെ ലൊക്കേഷൻ ഒന്ന് പറയാം. ഇത് കായംകുളത്ത് നിന്ന് പ്രയാർ റൂട്ടില് മുട്ടപ്പാലം ഇറങ്ങി വരുമ്പോ ആദ്യത്തെ ജംഗ്ഷൻ പുത്തമ്പറമ്പിൽ ജംഗ്ഷനാണ്. ഗോവിന്ദമുട്ടം പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ഇരിക്കുന്ന കടയാണ്. കടയുടെ സമയമൊക്കെ എങ്ങനെയാ? വൈകിട്ട് 6 തൊട്ട് 10 മണി വരെ. കുറച്ച് സമയത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മള് ഒരു 4 മണിയാകുമ്പോ വരും, ഇതെല്ലാം റെഡിയാക്കും. 6 മണിയാകുമ്പോൾ കൊടുക്കാൻ തുടങ്ങും. 10 മണിയാകുമ്പോഴെല്ലാം തീരും. 12 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിരിക്കും. 10 മണിക്ക് തീരും. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ മാത്രമേ, ഇതിനകത്ത് മറ്റ് ചേരുവകളൊന്നുമില്ല. മറ്റ് ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന പോലുള്ള പരിപാടികളൊന്നുമില്ല. വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാക്കും. അപ്പൊ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ദോശയുണ്ട്, ചപ്പാത്തി ഉണ്ട്. എത്ര വർഷമായി മെമ്പർ ഇങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾക്ക് ഇവിടെ പരമ്പരാഗതമായിട്ട് കൊച്ചിലെ തൊട്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും കടയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നു. ഏത് പഞ്ചായത്തിലെ മെമ്പറായിട്ടാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ ദേവികുളങ്ങര പഞ്ചായത്തിലെ 2ാം വാർഡിലെ മെമ്പറാണ്. കൂടാതെ തന്നെ ഈ ഒരു ഹോട്ടലിന്റെ ഉടമ കൂടിയാണ് അല്ലേ? അതെ അതെ. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യക്കുട്ടി അരുൺ മാമനുമായിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ചേച്ചി കറിക്കുള്ള മസാലകളൊക്കെ വലിയ ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ ഉരുളിയിൽ ഇറച്ചിയും വേവിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെമ്പർ ചേട്ടൻ നല്ല സ്പീഡിൽ ഇവിടുത്തെ ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അന്ന് തൊട്ട് മെമ്പറിന്റെ ഈ കൊച്ചു തട്ടുകടയുടെയും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഒരു സൈഡിൽ സവാള അരിയുന്നതും മാവ് കുഴയ്ക്കുന്നതും പൊറോട്ട അടിക്കുന്നതും ഒക്കെ മെമ്പറാണെങ്കിൽ മറു സൈഡിൽ ചേച്ചിയാണ് കറിയുടെ പ്രിപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. മെമ്പർ പറഞ്ഞ ഒരു കാര്യം സത്യമാണെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ പലവട്ടവും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഫുഡിന് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഫീൽ ചെയ്യില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ അതേ ഫീലാണ്. ഇതുവഴി പോകുന്നവർ ഒരു വട്ടമെങ്കിലും മെമ്പറിന്റെ തട്ടുകടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട. ഗോവിന്ദമുട്ടം പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കുഞ്ഞു തട്ടുകട. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.